സ്റ്റാൻലി അവതക്കുട്ടിയുടെ അടുത്ത് വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീന ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. പൗലോസിൻ്റെ അടുത്ത് പോയിട്ട് വെറുതെ വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ട്. എത്ര വർഷമായിട്ട് അവൻ ഇവിടെ ഉള്ളതാണ്. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് അവൻ എൻ്റെ കൂടെയുണ്ട്. ഒരു വേലക്കാരനായിട്ടല്ല ഞാൻ അവനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടത് അവതക്കുട്ടി പറയുന്നുണ്ട്, നീ പറഞ്ഞത് ഇവിടുത്തെ വേലക്കാരെ അനുസരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ മകൾ പറഞ്ഞതും ഇവിടുത്തെ വേലക്കാരെ അത് അനുസരിക്കേണ്ടതാണ്. പക്ഷെ അവനത് ചെയ്തോ? ഇല്ലല്ലോ. ഒരു വിലയും കൊടുത്തില്ല. അത് അവൾ നേടിയെടുക്കുകയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിന് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ വിലയുണ്ടാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. അലീന നല്ല കുട്ടിയാണ്. അവൾക്ക് മനസ്സിൽ നന്മയുണ്ട്. അവൾ അതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് കണ്ടാലും പ്രതികരിക്കുന്നത്. നീ നശിച്ചു പോകുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഞാനിവിടെ നല്ല നിലയിൽ ജീവിക്കുമ്പോൾ അവൾ ആരുടെയെങ്കിലും മെച്ചിൽ കിട്ടിയാൽ വേണ്ടില്ല, അങ്ങനെ കഴിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവൾ അങ്ങനെ കഴിയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ അങ്ങനെ കഴിയാൻ വിടുമായിരുന്നു അപ്പച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയും ഒരുപാട് വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകുട്ടി പറയുന്നുണ്ട്, ഞാൻ അലീനയുടെ മോളുടെ അടുത്ത് പോയി സംസാരിക്കാം, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് പോകുമ്പോഴേക്കും അലീന അവിടെ കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ മോളെ നീ കരയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു. അവൻ കേണലായിരുന്ന സമയത്ത് അവിടെ പട്ടാളക്കാർ ഇവൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെയൊക്കെ അനുസരിപ്പിച്ചിട്ടുള്ള ശീലമാണ് ഉള്ളത്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. ഞാൻ ഇനി ഇവിടുന്ന് അടിച്ചോടിച്ച് വിട്ടാലും ഞാൻ ഇവിടുന്ന് പോകില്ല. ഇതൊക്കെ നേരാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇവിടെ പാപ്പയ്ക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരാരും ഇവിടേക്ക് വിളിക്കുന്നതോ ഇങ്ങോട്ട് വരുന്നതോ ഞാൻ കണ്ടിട്ടില്ല. പപ്പയും അങ്ങോട്ട് വിളിക്കുന്നത് കണ്ടിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, അതൊക്കെ എനിക്കൊന്ന് ചെറിഞ്ഞെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവതക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നീ ചെയ്യണ്ട സ്റ്റാൻലി. അത് മണ്ണിട്ട് കുഴിച്ച് മൂടി കോൺക്രീറ്റ് ഇട്ടിരിക്കണം. ഇനി അത് നീ തോണ്ടാൻ നിൽക്കണ്ട. അത് തോണ്ടിക്കഴിഞ്ഞ് നിന്നെ ഇവിടുന്ന് ഓടിക്കുകയേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അലീനയെ മനു വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേലക്കാരായിട്ട് ഞാൻ ഫൈറ്റായിരുന്നു, ഇവിടെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, നീ എന്തിനാ സ്റ്റാൻലി പപ്പയായിട്ട് വഴക്കുണ്ടാക്കുന്നത്? അതൊരു പാവം മനുഷ്യനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭാര്യയും കുട്ടികളുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരാരും ഇങ്ങോട്ട് വരുന്നില്ല, എന്തോ പ്രശ്നമുണ്ട് ഇവിടെ, അതൊക്കെ ഒന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരണോ? നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഞാനൊരു താലി കെട്ടിയിട്ട് നിന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.